പ്രൈസിലോട് ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഇവിടെ വേദിയിലായിരിക്കുന്ന സ്റ്റേറ്റ് ഓഫീസർ സാറ്, അസിസ്റ്റൻ്റ് ഓഫീസർ സാറ്, മറ്റെല്ലാ ദൈവഭൃത്യന്മാർക്കും ദൈവമക്കൾക്കും ഞങ്ങളറിയപ്പെടാത്ത ഒരുപാട് മുഖങ്ങളെ ഞങ്ങൾക്കിവിടെ കാണുവാനിടയായിത്തീർന്നു. ഞങ്ങളുടെ ബന്ധുക്കൾ, സഹോദരങ്ങൾ, നാട്ടുകാർ, അനേക പ്രിയപ്പെട്ടവർ ആമീൻ കടന്നു വന്ന് ഞങ്ങളെ ആശ്വസിപ്പിക്കാനിടയായിത്തീർന്നു. ഞാൻ എഴുന്നേറ്റതിൻ്റെ കാര്യം എന്തെന്ന് വെച്ചാൽ, എൻ്റെ മകൻ കഴിഞ്ഞ ഒരു വർഷത്തിന് മുമ്പിട്ട് എന്നോട് പറഞ്ഞു, മമ്മി ആര് മരിച്ചാലും കരയരുത്. കാരണം എന്തെന്നറിയാമോ? നമ്മുടെ പ്രത്യാശ എവിടാ, നമ്മളെങ്ങോട്ടാ പോന്നേ എന്നുള്ള ദൃഢനിശ്ചയം നമുക്കുണ്ടായിരിക്കണം. പപ്പയ്ക്ക് കഴിഞ്ഞ മെയ്യിൽ ഒരു സർജറി ഉണ്ടായി. ആ സമയത്തെല്ലാം കൊണ്ടുപോയി ചെക്കപ്പ് ചെയ്യുകയും ആ ഓപ്പറേഷൻ്റെ സമയത്ത് ഞാൻ പപ്പയുടെ കൈ പിടിച്ച് കരഞ്ഞപ്പം പറഞ്ഞു, നമ്മൾ പ്രത്യാശയോ ഇല്ലാത്തവരെ പോലെ നമ്മളാകരുതെന്ന് പറഞ്ഞു. മരിച്ചാലും നമ്മൾ കരയരുത്, എവിടേക്കാണ് പോകുന്നതെന്ന് നമ്മൾ അറിയുന്നില്ലയോ. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ മരിച്ചാൽ ഞാൻ കരയത്തില്ല, നിങ്ങൾ മരിച്ചാൽ ഞാൻ കരയത്തില്ലെന്ന് പറയാനിടയായിട്ട്. അവൻ്റെ ജനനത്തിങ്കൽ 1.5 വയസ്സായപ്പോൾ അവന് പെട്ടെന്നൊരു ഛർദി അസ്വസ്ഥയുണ്ടായി. കുണ്ട്ര കോശിപ്പണിക്കർ സാറ് പറഞ്ഞു, വയറിളക്കത്തിന് ഇനി മരുന്നില്ല, എല്ലാം മരുന്നും ചെയ്തു. 3 ദിവസം നീര് വെച്ച് കിടന്നു, വീട്ടിൽ കൊണ്ടുപോക്കോ എന്ന് പറഞ്ഞു. ആ സമയത്ത് ഇന്ന് നിത്യതയിൽ പ്രവേശിച്ച വിൽസൺ പാസ്റ്റർ, അമ്മാമ്മ, ഞങ്ങളെ സഭയിൽ ചുരുക്കം പേർ 3 ദിവസം കുഞ്ഞൊരേ രീതി കിടന്നപ്പോൾ ഞങ്ങൾ ദിവസം പ്രാർത്ഥിച്ചു, ഇവനെ ജീവനോടെ കിട്ടുവാണെങ്കിൽ. ഹന്ന പറഞ്ഞതുപോലെ ഞാൻ ദൈവത്തോട് അപേക്ഷിച്ചുവരെയും വാങ്ങി ഞാൻ ദൈവത്തിന് വേണ്ടി കൊടുക്കുന്നു എന്ന് പറഞ്ഞതുപോലെ ദൈവസന്നിധിയിൽ ഞങ്ങൾ സമർപ്പിച്ചു. 12 വർഷം അവന് വേണ്ടി ദൈവവേലയ്ക്ക് കടന്നു പോട്ടെ എന്ന് പ്രാർത്ഥിച്ചു. 7ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ ICPBയിലും BBSലും ഒക്കെ അവൻ കടന്നുപോയി. ഞങ്ങളറിയാതെ അവൻ ദൈവവേലയ്ക്ക് വേണ്ടി സമർപ്പിക്കപ്പെട്ടു. അവന് പാലക്കാട് അട്ടാപ്പാടി എന്ന് പറയുന്ന സ്ഥലത്ത് അവൻ ICPBൻ്റെ പ്രവർത്തനത്തിന് പോയപ്പോൾ ഒരു കടയിൽ ചെന്ന് ചോദിച്ചു, യേശുവിനെ അറിയാമോ എന്ന്. ആ കടയിലിരുന്നവർ പറഞ്ഞു, ഈ സാധനം ഇവിടെ ഇല്ല എന്ന്. അപ്പോൾ +2 പഠിക്കുക. അപ്പോൾ പറഞ്ഞു, യേശുവിനെ അറിയാത്ത ജനങ്ങളുടെ ഇടയിലേക്ക് ഞാൻ കടന്നു പോകുമെന്ന്. പെങ്ങൾ പറഞ്ഞു, പാസ്പോർട്ട് എടുക്ക്, വിസിറ്റിംഗ് വിസയിൽ കടന്നു വരാമെന്ന് പറഞ്ഞു. ഇടമൺ ഡിസ്ട്രിക്റ്റിൽ മറ്റു പലരും പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, കേരളത്തിൽ ഒരുപാട് ജനങ്ങൾ കിടക്കുന്നു, അവരെ നേടണം. പപ്പേ, മമ്മി, നിങ്ങൾ ദൈവത്തിൻ്റെ വേല ചെയ്യണം. ഇവിടെ എന്ത് വെട്ടുപിടിച്ചാലും ഇതെല്ലാം കളഞ്ഞിട്ട് പോകും. എൻ്റെ മകന് ഒരു ദ്രവ്യാഗ്രഹമില്ലായിരുന്നു. എൻ്റെ മകനെ വളർത്തിയത് സ്റ്റേറ്റാണ്. എൻ്റെ മകനെ വളർത്തിയത് അനേക ദൈവദാസന്മാരാണ്. ഒരുപാട് സപ്പോർട്ട് ചെയ്തു. എനിക്കിത് പറയാതിരിക്കാൻ കഴിയത്തില്ല. ഒരുപാട് പിന്താങ്ങി സപ്പോർട്ട് ചെയ്തു, അവനെ ആശ്വസിപ്പിച്ചു, ഒരുപാട് ഭക്ഷണങ്ങൾ കൊടുത്തു, ഒരുപാട് വേദികൾ കൊടുത്ത ദൈവദാസന്മാരുണ്ട്. ഇവിടുന്ന് കോഴിക്കോട്ടേക്ക് പോയതായ സ്തോത്രം ജോസഫ് പാസ്റ്റർ ഒരു മകനെ പോലെ ഇവിടെ വന്നു കഴിഞ്ഞാൽ കുടുംബ പ്രാർത്ഥനയിലും ഉപവാസ പ്രാർത്ഥനയും എല്ലാം ഫോൺ ചെയ്ത് വിളിച്ച് അവസരങ്ങൾ കൊടുക്കും. എൻ്റെ മകനെ ഇങ്ങനെ വളർത്തുവാൻ എല്ലാ ഡിസ്ട്രിക്റ്റുകളും അറിയപ്പെടുന്ന ദൈവദാസന്മാർക്കും ഇടയായി തീർന്നു. ഒന്ന് ഞാൻ സന്തോഷിക്കുന്നു, എൻ്റെ മകനൊരു ദൈവവേലക്കാരനായി തീർന്നതിൽ. ഏറ്റവും ജോലിക്കാരേക്കാൾ, അനവധി സമ്പത്തിനേക്കാൾ എൻ്റെ മകൻ കർത്താവിന് വേണ്ടി ഉപയോഗിച്ചു. ദൈവമനെ ഉപയോഗിച്ചു. അവൻ ചെയ്തത് എന്തുവാണെന്നും എവിടെ ആയിരുന്നുവെന്നും ഞങ്ങൾക്ക് നന്നായി അറിയാം. പ്രസംഗിക്കുന്ന ഓരോ വിഷയങ്ങളും ഞങ്ങളോട് വന്ന് ചർച്ച ചെയ്യും. ഞായറാഴ്ച വൈകിട്ട് എൻ്റെ മകൻ എന്നോട് പറഞ്ഞു, മമ്മി, ഇന്നത്തെ കുടുംബ പ്രാർത്ഥനയിൽ ഞാൻ പ്രസംഗിച്ചത് നിൻ്റെ അപ്പത്തെ വെള്ളത്തിന്മേലെറിയുക, ഏറെ നാൾ കഴിയും മുമ്പ് തിരിച്ചു കിട്ടുമെന്ന്. എൻ്റെ മകൻ ബൈബിൾ കോളേജിൽ പോയപ്പോൾ തന്നെ എൻ്റെ മകന് വേണ്ടതെല്ലാം ദൈവം തന്നു. ഏതേൻ തോട്ടത്തിൽ ആദാമിനെ ഹവ്വായെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് സകലവിധമായ വൃക്ഷങ്ങളും ഫലങ്ങളും അവർക്ക് വേണ്ടി ദൈവം കരുതി. എൻ്റെ മകൻ ഇങ്ങനെ പോയപ്പോൾ ഞാൻ ദൈവത്തോട് പറഞ്ഞു, പിതാവേ, എനിക്ക് 2 കുഞ്ഞുങ്ങളുണ്ടായിരുന്നു. ഒന്നിനെ ഞാൻ നിനക്ക് തന്നിരിക്കുന്നു, ഒരാളെയും കൊണ്ട് നിനക്ക് ഉപയോഗിക്കാൻ കഴിയും. എൻ്റെ ഭവനത്തിൻ്റെ സ്ഥിതിക്കും നിലയ്ക്കും എല്ലാം ദൈവം മാറ്റം വരുത്തി. ഇതുവരെ നടത്തിയ ദൈവം എനിക്ക് മതിയായവനാ. ദാവീദ് പറയുന്നു, ഈ ദൈവം ഒന്നേക്കും, അവൻ എൻ്റെ ദൈവം, അവൻ എന്നെ ജീവപര്യന്തം വഴി നടത്തും. യോബ് പറയുന്നു, ദൈവത്തിൽ നിന്ന് നന്മ മാത്രമല്ല തിന്മയും കൈക്കൊള്ളരുതോ. ഒരുപാട് നന്മകൾ അനുഭവിച്ചു, ഒരുപാട് വിടുതലുകൾ അനുഭവിച്ചു. എൻ്റെ മകനെ 28 വർഷക്കാലം ദൈവം തന്നു. പിതാവിൻ്റെ വലങ്കയ്യായിരുന്നു. എൻ്റെ ഭവനത്തിലെ ഒരുപാട് കാര്യങ്ങൾ
ഈ കോവിഡിൻ്റെ സമയത്ത് MDവിന് പോകാതെ വീട്ടിൽ നിന്ന് ഭവനത്തിൻ്റെ സകല കാര്യങ്ങളും ചെയ്തതിന് ശേഷം വീണ്ടും പഠിച്ചു കഴിഞ്ഞതിന് ശേഷം ഈ കറവൂർ സഭയിൽ 4 വർഷം ദൈവത്തിൻ്റെ വേല ചെയ്തിട്ട് എന്നോട് ദൈവാത്മാവ് ഓരോ കാര്യങ്ങൾ സംസാരിക്കുന്നു. ഈ ഹോൾ എങ്ങനെ പണിയും മോനെ, ആരോടും നോട്ടീസ് അടിക്കുന്നില്ല, ഒന്നും റെസിപ്റ്റ് വേണ്ട, ചോദിക്കുന്നില്ല, ദൈവം കരുതിക്കൊള്ളും മമ്മി. ഞാൻ പ്രാർത്ഥനയിൽ ഇരുന്നപ്പോൾ ദൈവാത്മാവിനോട് പറഞ്ഞു, ഞാൻ കാക്കയോട് കൽപ്പിച്ചിട്ടുണ്ട്, ഞാൻ മത്സ്യത്തിനോട് ഞാൻ കൽപ്പിച്ചിട്ടുണ്ട്, ഞാൻ വിധവയോട് കൽപ്പിച്ചിട്ടുണ്ട്. അറിയാത്ത വഴികൾ ഞങ്ങൾ മാതാപിതാക്കളായ ഞങ്ങളോട് ദൈവത്തിന് ആത്മാവ് പറയും കൊടുക്കാൻ. സഹോദരിയോട് ദൈവം ഇടപെടും. ഞങ്ങളുടെ സഭയിലുള്ള പലരോടും ദൈവം ഇടപെട്ടു. എൻ്റെ മകൻ ഈ ഭർത്താവിൻ്റെ വിലപ്പെട്ട ദാസൻ വിദേശത്തേക്ക് പോകുന്നതെന്ന് അറിഞ്ഞുകൊണ്ട്, അതുപോലെ അവിടുത്തെ സെൻട്രൽ പാസ്റ്റർ പോകുന്നതെന്ന് അറിഞ്ഞുകൊണ്ട് ഈ ജൂൺ 3 തന്നെ മമ്മി അതിൻ്റെ റെഡിക്കേഷനാണ്. ജൂൺ 3 പെട്ടെന്ന് 70,000 രൂപയുടെ സാധനങ്ങൾ പലയിടത്തുനിന്ന് മറിച്ചു. എന്നിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കും, കർത്താവേ ഇതിൻ്റെ റെഡിക്കേഷൻ കഴിയുമ്പോൾ ഇതിൻ്റെ കടം തീരണേന്ന്. ആ റെഡിക്കേഷൻ കഴിഞ്ഞ് രാത്രി വന്നപ്പം പറഞ്ഞു 30,000 രൂപ സിമെൻറ്റും കമ്പിയും എടുത്ത കടയിൽ തീർത്തു, എല്ലാ ബാധ്യതകളും തീർത്തു. ബേവിസൺ പാസ്റ്ററുടെ കയ്യിൽ ഞാൻ ദശാംശവും കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, അവിടെ വലിയ ആളൊന്നും ഇല്ലല്ലോ, ഞാൻ എല്ലാവരെയും നേടേണ്ടതിനെ പൗലോസിനെ പോലെ അവരിൽ ഒരുവനെ പോലെ ഞാൻ ആയിത്തീർന്നു. എളിയവരെ പറ്റി, ബൈബിൾ കോളേജിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങളെ പറ്റി, സാധുക്കളെ പറ്റി എൻ്റെ മകൻ പറയുകയായിരുന്നു, ഞാനിത് 4ാമത്തെ വർഷം, 1 വർഷം കൂടെ നിന്ന് അനേക ആത്മാക്കളെ കൂടെ നേടിയിട്ട് വേറെ സഭ എനിക്ക് ലഭിക്കും. നമുക്ക് തോനെയും പൈസയൊന്നും വേണ്ട, കുറച്ച് പൈസ മതി. ബാക്കി ബൈബിൾ കോളേജിലെ കുഞ്ഞുങ്ങൾക്കും സാധുക്കളായി മിഷൻ സ്റ്റേഷൻ ദൈവദാസന്മാരും ഉണ്ട്, അവർക്ക് വേണ്ടി പ്രവർത്തിക്കണമെന്നായിരുന്നു. കർത്താവേ, അങ്ങ് ഇങ്ങനെ ദൈവത്തിൻ്റെ ഹിതമായിരുന്നു, ദൈവ ഇഷ്ടം പോലെ സകലതുമായി തീരട്ടെ. ഞങ്ങളുടെ മരണപര്യന്തം വരെ ഞങ്ങൾ വിശ്വസ്തയോടെ ദൈവത്തിന് വേണ്ടി നിൽപ്പാൻ ദൈവം ഞങ്ങൾക്ക് ശക്തി തരുവാൻ വേണ്ടി നിങ്ങളുടെ വിലപ്പെട്ട പ്രാർത്ഥനയെ ഞങ്ങൾ ചോദിക്കുന്നു. ഞങ്ങളോട് എപ്പോഴും പറയുന്നത് നിങ്ങൾ ദൈവത്തിൻ്റെ വേല ചെയ്യണം. പക്ഷേ എനിക്കൊരു വിഷമമുണ്ട്. ആദ്യമൊക്കെ ചെന്ന സമയത്ത് കറവൂർ സഭയിലേക്ക് ഞങ്ങളെ വിളിക്കുമ്പോൾ ഞങ്ങൾ പോകത്തില്ല. മാർനാട് സഭയിൽ കർത്താവിൻ്റെ വിലപ്പെട്ട ദാസൻ എബിപ്പാസ്റ്റ് കടന്നു വന്ന സമയത്ത് ഒരു 28 വർഷം അതിൻ്റെ സെക്രട്ടറി ആയിട്ടും അതിൻ്റെ കാര്യങ്ങളൊക്കെ അച്ഛൻ വഹിച്ച ആളാണ്. ഈ സഭ എങ്ങനെ ഉണ്ടായി എന്നുള്ളത് അതിൻ്റെതായ വേദന കർത്താവിൻ്റെ വിലപ്പെട്ട ദാസന്മാർക്കും വിശ്വാസികൾക്കും അറിയാം. അതുകൊണ്ട് മോനെ, ഈ സഭ വിട്ട് ഞങ്ങൾ വരത്തില്ല, ഈ സഭ വിട്ട് വരത്തില്ല എന്ന് പറയുവാനിടയായി തീർന്നു. ദൈവത്തിൻ്റെ ഹിതമായിരുന്നു. ഞങ്ങളോടൊപ്പം വന്ന് സഹകരിക്കുകയും ഞങ്ങളെ ആശ്വസിപ്പിക്കുകയും ഞങ്ങളെ പ്രാർത്ഥിക്കുകയും ഞങ്ങളുടെ ദുഃഖത്തിൽ പങ്കുചേർന്ന എല്ലാവരോടുള്ള നന്ദി അറിയുന്നു. പ്രത്യേകിച്ച് കൊട്ടാരക്കര സെൻട്രൽ പാസ്റ്റർ അറിഞ്ഞതിൻ്റെ അന്ന് വൈകിട്ട് വന്നു. അനുഗ്രഹിക്കപ്പെട്ട മെസ്സേജ് ഞങ്ങളുടെ പ്രാണനെ തണുപ്പിക്കുന്നത് പോലെ, ആശ്വസിപ്പിക്കുന്ന പോലെ, അതുപോലെ ഇടയ്ക്ക് വന്ന ദൈവദാസന്മാർ, സ്റ്റേറ്റിൽ നിന്ന് വന്ന കർത്താവിൻ്റെ വിലപ്പെട്ട ദാസന്മാർ എല്ലാവരും ഞങ്ങളെ ആശ്വസിപ്പിക്കുന്ന വചനങ്ങൾ പറയുവാനിടയായി തോന്നി. എന്തോ ഒരു ദൈവസാന്നിധ്യം ഞങ്ങൾക്ക് അനുഭവിപ്പാനിടയായി. ദൈവം ഞങ്ങളെ ബലപ്പെടുത്തി. രാവിലെ എൻ്റെ മകൻ ഇറങ്ങി വന്നപ്പോൾ, അതുകൂടെ ഞാൻ പറയട്ടെ, സമയം പോയി. രാവിലെ വന്നപ്പോൾ ഇറങ്ങി കുളിച്ചൊരുങ്ങി ഡ്രസ്സ് ചെയ്ത് വന്നപ്പോൾ ഒരു പ്രത്യേക തേജസ്. ഇപ്പോൾ സമയം പോയി. എല്ലാ പ്രാവശ്യവും അവിടെ മീറ്റിംഗ് ഉള്ളപ്പം കൊട്ടാരക്കര വണ്ടി കൊണ്ട് വെച്ചിട്ട് പാസ്റ്റിന് കയറി വന്നിട്ട് തിരിച്ചു വരുന്നേ. ആ പ്രാവശ്യം ടയർ പുറവശത്ത് മാറണമായിരുന്നു. ഒത്തിരി തേഞ്ഞു, അതിന് മാറാൻ സമയം കിട്ടിയില്ല ഈ പണികാര്യങ്ങളായിട്ട്. അപ്പോൾ എന്നോട് പറഞ്ഞു, മമ്മി മൊബൈലിൽ ഒരു മെസ്സേജ് വന്നു, അമ്പലപ്പുറത്ത് ട്രിപ്പർ തട്ടി കുഞ്ഞുങ്ങളിങ്ങനെ മരിച്ചു. മമ്മി അവർ സൂക്ഷിച്ച് ഓടിച്ചില്ലല്ലോ, അവർ ഓടിച്ചിരുന്ന് കഴിഞ്ഞാൽ പറ്റത്തില്ലായിരുന്നു പറഞ്ഞു. ആ സമയത്ത് അത് കഴിഞ്ഞ് എൻ്റെ മോൻ പോയി. ഞങ്ങൾ രണ്ടുപേരെയും വിളിച്ച് പോകുവാന്ന് എല്ലാ പ്രാവശ്യവും പറഞ്ഞാണ് പോകുന്നത്. ചൊവ്വാഴ്ച ഒരു 10-15 വർഷം കൊണ്ട് സഭയിൽ തലമുറകളുടെ പ്രാർത്ഥനയുണ്ട്. പാസ്റ്റർ എല്ലാ കുടുംബങ്ങളെയും അവിടുത്തെ കുഞ്ഞുങ്ങളെയും വെച്ച് പ്രാർത്ഥിക്കും. ഒരു 11:30 ആയപ്പോൾ ഞങ്ങളുടെ ഭവനത്തിന് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചു, ദൈവമേ, എൻ്റെ മകൻ യാത്രയിലായി പോയിരിക്കുന്നു, കാത്തോണമേ എന്ന് ഞാൻ ദൈവസന്നിധി പ്രാർത്ഥിച്ചു. പക്ഷേ ഇത് ദൈവത്തിൻ്റെ ഹിതമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവം ഇഷ്ടം പോലെ സകലവുമായി തീരട്ടെ. ഞങ്ങൾ പതറിപ്പോകാതെ അച്ഛനെ ദൈവം ബലപ്പെടുത്തുവാൻ, മകളെ ബലപ്പെടുത്തുവാൻ, എൻ്റെ മകളും കുടുംബവും എൻ്റെ മകന് ഇത്തിരി സപ്പോർട്ടായിരുന്നു. അവിടുത്തെ ഭവനവും ഇത്തിരി സപ്പോർട്ടായിരുന്നു. എല്ലാം ദൈവനാമഹത്വത്തിന് കാരണമായി തീരട്ടെ. അധരങ്ങളാൽ അവിവേകം സംസാരിപ്പാനോ പിറുപിറുക്കുവാനോ ഒന്നും ഇടവരാതെ എല്ലാം സഹിക്കുവാൻ, ധരണം ചെയ്യുവാനുള്ള കൃപ ദൈവം ഇനി ഞങ്ങൾക്ക് തരട്ടെ. ഞങ്ങളാൽ ആവോളം ദൈവസഭയ്ക്കും എന്നെ കിട്ടുന്ന സമയമൊക്കെ ഞാൻ ബസ്സിലായാലും നടന്നു പോകുമ്പോഴും ഒക്കെ
ദൈവത്തിൻ്റെ വചനം പലരോടും ഞാൻ പറയും. ഇവൻ ഉദരത്തിനായിരുന്നപ്പോൾ ഞാൻ ഇവനെ ഉദരത്തിൽ വഹിച്ചുകൊണ്ട് പാടുമായിരുന്നു, ഇങ്ങനെ ഞാൻ പാടുമായിരുന്നു. എൻ്റെ മോൻ്റെ പാട്ട് ഞാൻ ഇന്നലെയും പറഞ്ഞു, പാട്ട് അനേകരെ ദൈവസന്നിധിയിലേക്ക് അടുപ്പിക്കുന്നതായിരുന്നു. എല്ലാം ദൈവനാമഹത്വത്തിന് കാരണമായി തീരട്ടെ. ഞങ്ങളുടെ കുടുംബത്തെയും അന്ത്യം വരെ ദൈവത്തിന് വേണ്ടി നിൽപ്പാൻ വേണ്ടി നിങ്ങളുടെ പ്രാർത്ഥനയെ ചോദിച്ചുകൊണ്ട് ഇരുന്നുള്ളൂ. ഭവനത്തിന്റെ ആശ്വാസത്തിനായി എല്ലാവരും കർത്താവിനൊന്ന് സ്തോത്രം ചെയ്താട്ടെ. സ്തോത്രം, സ്തോത്രം.